ഹലോ ഗെയ്സ്, നമുക്കിന്ന് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മത്തി ഒന്ന് നമുക്ക് വരഞ്ഞെടുക്കാം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വരഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സ്വല്പം ഗരം മസാല. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പൊടികളിൽ ഫിഷിനകത്തോട്ട് ചേർക്കാം. നല്ല ഫ്രഷ് മത്തിയാണിത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇത് നമ്മളെ വീട്ടിൽ പിടിച്ച കറിവേപ്പിലയാണ്. അപ്പോൾ അതും കുറച്ച് നമുക്ക് ഇടാം. എന്നിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് സ്വല്പം ഒഴിക്കുക. ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കി വയ്ക്കുക. ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിനകത്ത് ആ മസാലയെല്ലാം ഒന്ന് പിടിച്ചു വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം മസാലയെല്ലാം അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ അതായിട്ട് കറിവേപ്പില എടുക്കുക. കറിവേപ്പില ഓരോ തണ്ടായിട്ട് പറക്കി വയ്ക്കുക. അപ്പോൾ മീൻ ഒട്ടും പൊടിയത്തും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നിരത്തി വെച്ചിട്ട് നമുക്ക് മത്തി പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മത്തി എടുത്ത് ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം. അപ്പം നമ്മൾ തീ ഒന്ന് ലോയിലാക്കിയിരിക്കണം. അപ്പം നമുക്കിതെല്ലാം നിരത്തി വയ്ക്കാം ഗെയ്സ്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഒരു ഭാഗം വെന്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനെല്ലാം ഒന്ന് തിരിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻസും ഷെയറും എല്ലാം ചെയ്യണം. ഞങ്ങളെ നല്ലൊരു സപ്പോർട്ട് തരണം. അപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം തിരിച്ചെടുത്ത് 2 ഭാഗവും വെന്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. അതാണ് ഇന്ന്. ഓക്കെ.